പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. KSTPയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരപ്രദേശത്ത് ആഴ്ചകളായി ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഇരിങ്ങാലക്കുട വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച ധർണയിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോണി പോൾ മാവേലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അഷറുദ്ദീൻ കളക്കാട്ട്, ജോസഫ് ചാക്കോ, വിജയൻ ഇളയെടുത്ത്, ജെയ്സൺ പാറേക്കാടൻ, അജോ ജോൺ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സിജു യോഹന്നാൻ, ബിജു പോൾ അക്കരക്കാരൻ, സനൽ കുമാർ, കുര്യൻ ജോസഫ്, മിനി ജോസ് ചാക്കോള, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ എന്നിവർ പ്രസംഗിച്ചു. സമരങ്ങൾ ഈ റോഡ് നിർമ്മാണവുമായി നടന്നു. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട റെസ്റ്റ് ഹൗസിൽ ബഹുമാനിയായ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചു ചേർത്തു, സമീപ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്തു, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ വിളിച്ചു ചേർത്തു, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അന്ന് അവർ പറഞ്ഞത് എനിക്ക് 3 മാസം കൂടി അനുവദിച്ചു തന്നാൽ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കും എന്നാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ റോഡിൻ്റെ പണി ഒരു സ്ഥലത്തും എത്താതെ ഏതോ ഒരു അജ്ഞാത ജീവിയെ പോലെ ഇഴഞ്ഞു നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് 2 പ്രധാന ഉത്സവങ്ങൾ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ പോയി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെ പിണ്ടിപ്പെരുന്നാളും അതുപോലെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആഘോഷിക്കുന്ന നമ്മുടെ കൊല്ലാട്ടി അമ്പലത്തിലെ ഉത്സവവുമൊക്കെ ഈ റോഡ് പണിയിൽ മുങ്ങിപ്പോയത് നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള ബഹുമാന്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ എന്ത് പ്രയാസമുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും തങ്ങൾ വിചാരിച്ചത് മാത്രമേ നടപ്പിലാക്കൂ എന്നുള്ള ഒരു ധിക്കാരപരമായ സമീപനമാണ് മന്ത്രിക്കുള്ളത്. വികസനത്തിൻ പേര് പറഞ്ഞ് പാവപ്പെട്ട ജനതയുടെ കുടിവെള്ളം മുട്ടിച്ച സർക്കാരെ മറുപടി പറയോ, സർക്കാരെ മറുപടി പറയോ. എവിടെ കുടിവെള്ളം, എവിടെ കുടിവെള്ളം. സൂചന മാത്രം. പല്ല് തേക്കാൻ പോലും വെള്ളമാണ്. ഇവിടെ വെള്ളല്ലേ? ഒരു കുടം വെള്ളം തായോ പ്ലീസ്, ഞങ്ങൾക്ക് ഒരു കുടം വെള്ളം തായോ. ഞങ്ങൾക്ക് സംഭവിച്ചു സ്ത്രീകളായിട്ടുള്ള കൗൺസിലർമാർക്ക് കൗൺസിലർമാരെ ചെറിയ ആദ്യം കേൾക്കുന്നത് ചെറിയ അതാണ് സംഭവം. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ എത്ര രൂക്ഷമായ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഞാൻ പറയാറുണ്ട് മുനിസിപ്പാലിറ്റി
ഫെബ്രുവരി 5-ാം തീയതി വെള്ളം വന്നിട്ട് പിന്നെ സാറിന് അറിയാലോ അതിനനുസരിച്ച് നമ്മൾ പോവാം. ഏഴ് ഉറപ്പും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എം ഡിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ഡിയുടെ ശ്രദ്ധയിൽ കാര്യം പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര രൂക്ഷമായ പ്രശ്നമാണുള്ളത്. നമുക്ക് 24 മണിക്കൂറിൽ വെള്ളം തന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സമര പരിപാടികൾ നമ്മൾ വീണ്ടും ആവിഷ്കരിക്കും. അത് നമ്മുടെ കാര്യം. ഇന്ന് നമ്മളെന്തായാലും CPM-ന്റെ പോലെ LDF-ന്റെ പോലെ തല്ലി തകർക്കലല്ല നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതൊക്കെ അവസാനത്തെ വഴിയാണ്. നമുക്ക് എന്തായാലും സമാധാനമായി നമ്മൾ പോകും. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് LDF കൗൺസിലർമാർ ധർണ നടത്തി. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. KS പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CC ഷിബിൻ, വിമി ബിജേഷ്, രമ്യ ഷിബു, സിന്ധു കൃഷ്ണകുമാർ, വിഷ്ണു പ്രഭാകരൻ, അജിത് കൊല്ലാറ എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ദിവസം ആ ദിവസങ്ങളിൽ 12 ലക്ഷം രൂപയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യാന്ന് പറഞ്ഞു. ഈ UDF ഭരിക്കുന്ന ഭരണസമിതി എത്ര രൂപയുടെ കുടിവെള്ളം ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്? എനിക്ക് MP ജാക്സനോടും ഇന്ന് സമരം ചെയ്ത കൗൺസിലർമാരും ചോദിക്കാനുള്ളതാണ്. ഇത്ര ദിവസമായാലും ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 12 ലക്ഷം രൂപ കുടിവെള്ളം കൊടുക്കാനുണ്ട്. നാട്ടിൽ മുഴുവൻ കിയോക്സുകൾ വെള്ളം ഇല്ലാണ്ട് വരണ്ടിരിക്കുക. നാട്ടിലെ മുഴുവൻ കിയോക്സുകളും നമ്മൾ കൗൺസിൽ പ്രാരംഭഘട്ടത്തിൽ ചോദിച്ചു, കുടിവെള്ള വിതരണത്തിന് സർക്കാർ എന്തെങ്കിലും നിർദ്ദേശം പറഞ്ഞിട്ടുണ്ടോ? അടിയന്തരമായിട്ട് ആ കിയോക്സുകൾ വൃത്തിയാക്കി, ടാപ്പുകൾ കയറുമെന്നെങ്കിൽ ടാപ്പുകൾ വൃത്തിയാക്കി, അല്ലെങ്കിൽ അതിന്റെ മൂടികളൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സാമൂഹിക വിതരണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ ടാപ്പുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ള വിതരണം അടിയന്തരമായി നമ്മൾ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര ദിവസമായിട്ട് ഒരു ടാങ്ക് വെള്ളം പോലും അടിക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. ആരുടെ ഉത്തരവാദിത്വം? കാരണം സ്വയം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവണത UDF ഭരണസമിതി കാണിച്ചത്. നാട്ടിൽ ഇത്ര വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ വികസനം നടക്കരുത്. കാരണം ആ KSTP ഡാണാവില് മുനിസിപ്പൽ കെട്ടിടം എത്ര കാലം കഴിഞ്ഞ് മാറ്റി കൊടുത്ത്, അതേപോലെ തന്നെ ആ ആശുപത്രി കെട്ടിടത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന മുനിസിപ്പൽ കെട്ടിടം എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പൊളിച്ചു മാറ്റി കൊടുത്തത്. കാരണം ഒന്നല്ല, ആ പണികൾ മുടക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം വികസന പ്രവർത്തനം നടത്താൻ പാടില്ല. 3 ടൈം 15 കൊല്ലം ഒരു ഉണ്ണി ഉണ്ടായാലും ഇവിടെ MLA ആയിട്ട്. ഉണ്ണി എന്ത് ചെയ്ത്? ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്തെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായി മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. കഴിഞ്ഞ ദിവസമാണ് ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നഗരസഭാ പ്രദേശത്തെ നിലവിലെ കിയോസ്കുകളിൽ ശുദ്ധജലം നിറയ്ക്കും. തുടർന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും ശുദ്ധജല വിതരണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. KSTP-യുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് KSTP അധികൃതരുമായും വാട്ടർ അതോറിറ്റി അധികൃതരുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും MP ജാക്സൺ പറഞ്ഞു. ഗവൺമെന്റ് ഉത്തരവ് കഴിഞ്ഞ ആഴ്ചയാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. ലഭിച്ചതിനെ തുടർന്ന് അതിനാവശ്യമായി വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടം എന്ന നിലയിൽ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള കിയോസ്കുകളിൽ പൂർണ്ണമായി വെള്ളം നിറയ്ക്കാനും അതിനുശേഷം വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യമുള്ള മേഖലകളിൽ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടാങ്കുകളിൽ വെള്ളം വിതരണം ചെയ്യാനുമാണ് നഗരസഭ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അതിന് നടപടിക്രമങ്ങളുണ്ട്. ഒരു പുതിയതായൊരു കാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടെൻഡർ നടപടികളും ബാക്കിയുള്ള കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടത് കൊണ്ടാണ് 3-4 ദിവസത്തെ താമസം ഉണ്ടായിട്ടുള്ളത്. ശുദ്ധജല വിതരണത്തിൽ
KSTPയുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തടസ്സങ്ങളും അവരുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൈപ്പ് ലൈൻ പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ KSTPയുമായിട്ട് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി അധികാരികളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പട്ടണത്തിലെ കുടിവെള്ളത്തിൻ്റെ വിതരണം ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും നഗരസഭാ കൗൺസിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയിലെ ശുദ്ധജലത്തിന് ഒരു ക്ഷാമമില്ലാത്ത രീതിയിൽ ശുദ്ധജല വിതരണം കൃത്യതയോടുകൂടി എല്ലാവരുടെയും ആവശ്യം നിർവഹിക്കാവുന്ന രീതിയിൽ നടപ്പാക്കാൻ 2-3 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി സാധിക്കുമെന്നാണ് കൗൺസിൽ കരുതുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചുമതലയേറ്റു. ഭരണാധികാരിയായ മുകുന്ദപുരം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സ്പെഷ്യൽ സെയിൽസ് ഓഫീസർ VR ഡെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രഥമ യോഗം RL ശ്രീലാലിനെ പ്രസിഡന്റായും PK വത്സലനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. തുടർന്ന് ബാങ്ക് ഹാളിൽ ചേർന്ന അനുമോദന യോഗം CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. MB രാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ, CPIM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ, കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TA ജയാനന്ദൻ, KJ ജോൺസൺ, IR ബൈജു, ബാങ്ക് CEO രാജേഷ് KR, RL ശ്രീലാൽ എന്നിവർ പ്രസംഗിച്ചു. ബാങ്കിന്റെ ഭരണസമിതി അംഗം 20492 നമ്പർ അംഗം RL ശ്രീലാലിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 9647 നമ്പർ അംഗം വത്സലൻ PK ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. അപ്പോൾ അതിൽ നല്ല മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിനകത്തുണ്ടായി. ഏറെ സന്തോഷം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 ടേമായിട്ട് 3 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളുടെ പ്രവർത്തനമായിരുന്നു കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നത്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ കമ്മിറ്റി കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വരുമ്പോഴേക്കും നിക്ഷേപകർക്ക് പണം ഒരുപാട് തിരിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ലോൺ തിരിച്ചു പിടിക്കാനും ഒരുപാട് വായ്പകൾ മുടങ്ങിക്കെടുക്കുന്ന ഒരു സ്ഥിതിയാണ് കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇനിയും പുതിയ ഭരണസമിതിയെ സംബന്ധിച്ച് വായ്പകൾ തിരിച്ചു പിടിക്കുക, നിക്ഷേപകർക്ക് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം കൊടുക്കാൻ കഴിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ബാങ്കിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള 2 സ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അഭിമാനത്തോടു കൂടിയാണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തത്തിനെ കാണുന്നത്. നല്ല നിലയിൽ തന്നെ ഈ നാട്ടിലെ നിക്ഷേപകരും അതുപോലെ തന്നെ സഹകാരികളും ഏൽപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തം നല്ല നിലയിൽ നിറവേറ്റും. വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന PK വത്സലാണ്. 13 അംഗ ഭരണസമിതിയും ഇന്ന് ചുമതലയേറ്റെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ 5 വർഷക്കാലം മലയാളത്തിലിറങ്ങുന്ന എല്ലാ ദിനപത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തലക്കെട്ടായി ഒരുപക്ഷെ കുപ്രസിദ്ധി എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടാണ് എല്ലാ പ്രചരണങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളാകെ വലതുപക്ഷ രാഷ്ട്രീയമാകെ ഒരുമിച്ച് നിന്ന് നടത്തിയത്. ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് 5 വർഷക്കാലം നമ്മുടെ സമൂഹത്തിലിറങ്ങിയ, നമ്മുടെ രാജ്യത്തിറങ്ങിയ എല്ലാ ദിനപത്രങ്ങളിലും തുടർച്ചയായി എഴുതിയ എല്ലാ ലേഖനങ്ങളെയും മറികടന്നുകൊണ്ടാണ്, എല്ലാ ദൃശ്യമാധ്യമങ്ങളിലെയും പ്രചരണഘോഷങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള 11 പേരെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലുടനീളം പാതിരാത്രി വരെ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഇരിങ്ങാലക്കുട രൂപത മദ്യവിരുദ്ധ സമിതി. രൂപതാ ഭവനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ സംഘടനാ ഭാരവാഹികളുടെ പൊതുയോഗത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയത്. മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച് 10 വർഷം മുൻപ് സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് അധികാരത്തിലെത്തിയ സർക്കാർ
കാലാകാലങ്ങളിൽ ബാർ മുതലാളിമാരുടെ കയ്യിലെ ചട്ടുകമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. മദ്യം സുലഭമാക്കി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീർ വീഴ്ത്തി ലഹരിയുടെ അരാജകത്വത്തിലേക്ക് യുവതലമുറയെ വഴി നടത്തി മദ്യം വരുമാനം കൊണ്ട് ഖജനാവ് കുത്തിനിറച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും എല്ലാ ഇടവകകളിലും മദ്യവിരുദ്ധ സമിതികൾ രൂപീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയക്കൽ, മോൺസിഞ്ഞോർ വിൻസൻ ഈരത്തറ, മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ, സെക്രട്ടറി ഫാദർ ഹാലിക് തൊല്ലാപ്പറമ്പൻ, ജോയിന്റ് സെക്രട്ടറി ജോൺ പാറയ്ക്ക എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ മദ്യലഹരി വിരുദ്ധ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ബാബു ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമിതി വർക്കിംഗ് ഡയറക്ടർ ഫാദർ ക്രിസ്റ്റോൺ കൈന്തത്തുപറമ്പിൽ, സമിതി ജോയിന്റ് സെക്രട്ടറി അബ്രഹാം പള്ളിപ്പാട്ട്, ട്രഷറർ ജോയ് ആലപ്പാട്ട്, ജോബി പള്ളായി, ജോയ് മുളരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. സമിതി വൈസ് പ്രസിഡന്റ് സൈമൺ കാട്ടൂക്കാരൻ സ്വാഗതവും സെക്രട്ടറി സെലിൻ നന്ദിയും പറഞ്ഞു. കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ച ലിക്കർ പോളിസി, മദ്യനയം, അത് ജനത്തിനു വേണ്ടിയാണോ മദ്യനയം പുറപ്പെടുവിച്ചത്, അതോ ഗവൺമെന്റിന് റവന്യൂവാൻ വേണ്ടിയിട്ടാണോ ഈ നയം പുറപ്പെടുവിച്ചത് എന്നുള്ള വലിയ സംശയത്തിലാണ്. ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഏതൊരു പോളിസിയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്നാൽ ഈ മദ്യനയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയായിട്ട് ഇവിടെ കേരളത്തിലുള്ള പ്രത്യേകിച്ച് മദ്യത്തോട് താല്പര്യമുള്ള വ്യക്തികൾക്ക് ഒരു അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. മദ്യം കുടിച്ചതിന് ശേഷം ഒരുവനും അവൻ്റെ ജീവിതത്തെയോ കുടുംബത്തെയോ നാടിനെയോ രക്ഷിക്കുന്നു എന്ന് പറയാനാകില്ല. അവൻ്റെ ജീവിതത്തെയും കുടുംബത്തിൻ്റെ ജീവിതത്തെയും നാടിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള ജീവിതം എന്ന ഒരു സംവിധാനമാണ് മദ്യം ഇന്നുവരെ ചെയ്ത് കണ്ടിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി 25 മുതൽ മാർച്ച് 4 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബൈജു കെ ബി, പൂരാഘോഷ കമ്മിറ്റി കൺവീനർ കെ സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 25-ന് രാത്രി 8-ന് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മണക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾ, എഴുന്നള്ളിപ്പ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. മാർച്ച് 3-ന് ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, ശീവേലി, എഴുന്നള്ളിപ്പ്, വൈകിട്ട് ദേശക്കാരുടെ പൂരം വരവ്, വൈകിട്ട് പ്രാദേശിക കലാപരിപാടികൾ, വിവിധ ദേശക്കാരുടെ താലം വരവ്, പള്ളിവേട്ട, പൂരം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ എ പ്രമോദ്, ലിയോഷ് വി ആർ, കെ എ അനിൽകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കൊടിയേറ്റത്തിനെ തുടർന്ന് വിവിധ കലാപരിപാടികൾ 25-ാം തീയതി തുടങ്ങി മാർച്ച് 4-ാം തീയതി വരെയുള്ള 8 ദിവസത്തെ കാലയളവിൽ വിവിധ കലാപരിപാടികൾ എന്ന് പറയുമ്പോൾ നാടൻപാട്ടും വീരനാട്യം കുറച്ചും കൂടി വിപുലീകൃതമായ രീതിയിൽ വിവിധ കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീരനാട്യം, അത്തരത്തിൽ തിരുവാതിരക്കളി, അങ്ങനെ ഒട്ടനവധി പരിപാടികളായിട്ടാണ് 8 ദിവസത്തെ പരിപാടികൾ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊക്കെ നടക്കാറുള്ളതുപോലെയുള്ള വലിയ തരത്തിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ജനങ്ങൾക്ക് വേണ്ടി, ഭക്തജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വിവിധ തരത്തിലുള്ള റൈഡുകൾ, ജയൻറ്റ് വീല്, എന്താ പറയുക, ബ്ലൂ കാർ, കുട്ടികൾക്ക് വിനോദത്തിന് ഉപയോഗിക്കുന്ന അത്തരം സജ്ജീകരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത്തവണ ക്ഷേത്ര ഉപദേശക സമിതി ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളത്. ഈ പൂരത്തിൻ്റെ പ്രത്യേകത 25-ന് തുടങ്ങി 3-ാം തീയതി പൂരവും 4-ാം തീയതി ആറാട്ടോടുകൂടിയും സമാപിക്കും. 28-ാം തീയതി ചരിത്രപ്രസിദ്ധമായ കുടൽമാണിക്യം ക്ഷേത്രത്തിലെ കുലീബിനി തീർത്ഥക്കുളത്തിലേക്ക് ദേവിയുടെ ആറാട്ട് കൃത്യം 5:30 തന്നെ പൊഞ്ഞനം ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് ഉദ്ദേശം 7 മണിയോടുകൂടി തന്നെ കുടൽമാണിക്യം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും
കുലീബനി തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടക്കുകയും ചെയ്യുന്നു. എക്സ് ചെയർമാൻസ് ട്രോഫിക്കും MCL 11-നുമായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാതല മുനിസിപ്പൽ ക്രിക്കറ്റ് ലീഗിൽ ഇരിങ്ങാലക്കുട നഗരസഭ ജേതാക്കൾ. ജില്ലയിലെ 7 നഗരസഭകളും ഒരു കോർപ്പറേഷനും പങ്കെടുത്ത ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ ഗുരുവായൂർ നഗരസഭയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇരിങ്ങാലക്കുട കിരീടം സ്വന്തമാക്കിയത്. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫി മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, മുൻ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ സ്നാറ്റുവെട്ടി, പ്രതിപക്ഷ നേതാവ് PV ശിവകുമാർ, മുനിസിപ്പൽ കൗൺസിലർ KS പ്രസാദ്, മുൻ സെക്രട്ടറി MH ഷാജിക് എന്നിവർ വിതരണം ചെയ്തു. നല്ലൊരു കൈഡി നൽകാം. മനോഹരമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച താരങ്ങൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. മെഹ്റൂഫ് കൗൺസിലറാണ്. അരുൺ, വീരകൻ, സനൽ, ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച താരം അമൽ, ചെയർമാനാണ് അദ്ദേഹം. നല്ലൊരു പേര് നൽകാം വിഘ്നേഷ് വിക്കി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. ശിവ പ്രസാദ്, ഇരിങ്ങാലക്കുട തെക്കേയങ്ങാടി നായങ്കര മുരിങ്ങത്തുപറമ്പിൽ ഡോളർ ജോൺ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. ലിസ ഭാര്യയും ട്രീസ ജോൺ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.